ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ദേവുവിൻ്റെ വീട്ടിലോട്ട് പോവാ. പക്ഷെ അവൾക്കറിയില്ല ഞാനിന്ന് വീട്ടിൽ ചെല്ലും എന്നുള്ളത്. പിന്നെ ഇന്ന് പൊട്ടൻ വന്നിട്ടുണ്ട്, പൊട്ടനെ കാണാം. ഇന്നിതാ കണ്ടില്ലേ, കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൂന്. ഇതൊന്നും അവനറിയില്ല, പക്ഷെ അവൻ അറിയുന്ന പോലെ ആക്ട് ചെയ്യുമായിരിക്കും. പക്ഷെ സാരമില്ല. പിന്നെ അവൻ്റെ ഭാഗത്തുനിന്ന് വലിയ സർപ്രൈസിൻ്റെ എക്സ്പ്രഷൻസ് ഒന്നും ആരും പ്രതീക്ഷിക്കരുത്, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, പൊട്ടൻ ചെരുപ്പ് ട്രയൽ ചെയ്ത് നോക്കുന്ന ഈ കാണുന്ന വൈറ്റ് സോൾ ഇല്ലാത്ത ചെരുപ്പാണ് പൊട്ടനിൻ്റെ ഉള്ളത്. ഇതായിരുന്നല്ലോ ഒരു നല്ലത്. എന്ത് ചെയ്യാനപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വൈറ്റ് സോൾ പറ്റില്ല, ഒളി ബ്ലാക്ക്. ഓ ഓക്കെ, ബ്ലാക്ക് ഓക്കെ. തിന്നോ രാവിലെ കൊച്ചൊന്നും കഴിച്ചില്ല. എല്ലാവരും അവർ കൊതിയിടല്ലേ. പൊട്ടൻ തിരിച്ച് വീട്ടിൽ പോയി ഗായ്സ്. നമ്മൾ ദേവുവിൻ്റെ വീട്ടിലോട്ട് പോകാൻ ഇവിടെ ബസ് നോക്കി നിൽക്കാം. ഗായ്സ്, നമ്മൾ ഓട്ടോയിൽ കയറി. ദേവുവിന് ഇതുവരെ അറിയില്ല ഞാൻ വീട്ടിലെത്തുന്നുള്ളത്. വീട്ടിലെത്തിയിട്ടുള്ള അവരുടെ എക്സ്പ്രഷൻസ് ഞാൻ ഷൂട്ട് ചെയ്തത്, പക്ഷെ മിസ്സായി. നല്ല വിഷമമുണ്ട്, പക്ഷെ സാരമില്ല. അത് മാത്രമല്ല, അവർ ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ. ഗായ്സ്, ദേവു കേക്ക് ഉണ്ടാക്കാൻ പോവാ. ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് എസ്തറ്റിക് കണ്ടിടാം എന്നാണ് അവൾ പറയുന്നത്. എന്താണ്ടൊക്കെ എടുക്കുന്നുണ്ട്. എന്താ സാധനം, എന്താ മുട്ട, എന്താ സാധനം, ഇത് ചോദിച്ചിട്ടുണ്ട്. ഒന്നും അറിയില്ല, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇവള് സാധാരണ കേക്ക് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആവാറെന്നാണ് ഞാൻ കേൾക്കാറുള്ളത്. ഇത് മിക്കവാറും അങ്ങനെ തന്നെ ആവാനാ സാധ്യത. റെസിപ്പി ആരുടെയാ? പക്ഷേ ചാറ്റ്ജിപിടിയോട് ഇരുന്ന് കഥ പറച്ചില്ല. എന്നിട്ട് ഇന്നെല്ലാവരുടെ വയറ് കേടാവുന്നാ തോന്നണേ. ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ കഴിച്ചിട്ട് എന്തൊക്കെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ ചോദിച്ചു നോക്ക്. അതിന് പിന്നെ ഒരു കുറവില്ല. എന്റെ കേക്കിനെ പറ്റി ആരെങ്കിലും മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ എന്നോട് 10 കുസ്തമാവിനെ നിനക്ക് അത് കട്ട് ചെയ്യും, ഞാൻ കമ്പനി മാലയ്ക്ക് എടുത്തു. പിന്നെ ഞാൻ അവിടെ കല്യാണത്തിന് വീഡിയോ എടുക്കുമല്ലേ. ഹായ്. അപ്പൊ ഇതായിരുന്നു പണി. ഒരാൾ വീട്ടിൽ കയറ്റിയ ഒരു സാമാന്യ മര്യാദ കാണിക്കണം. പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് തരണം. മറിയാമ്മ ചേട്ടത്തിനെ പോലെ ഉണ്ടോ? മറിയാമ്മ ചേട്ടത്തിനെ പോലെ ഉണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്കിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നോ ഷുഗർ, അതായത് ആഡഡ് ഷുഗർ ചെയ്യാത്ത. മനസ്സിലായി, നോ ഷുഗർ ആയിട്ടുള്ള ഒരു സാധനം മനസ്സിലായി. നമ്മൾ പഞ്ചസാര ഇടാണ്ട് ആഡഡ് ഷുഗർ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യാണ്ട് പ്യുവർ ആയിട്ടുള്ള മധുരം കൊണ്ട് ഉണ്ടാക്കണ സാമാനം ഉണ്ടാക്കൽ. സോറി, ഷെഫിന് ദേഷ്യം വരും. ഓക്കെ, മറ്റേ പാളയംകുടം പഴം എന്തായി തീരുന്നു എനിക്കറിയാൻ പാടില്ല. ചാറ്റ്ജിപിടി എന്ന റെസിപ്പിയാണ്. അത് സൂപ്പർ ആണെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, നമ്മളൊരു ഇതിപ്പോ ഒരു 5-6 പഴം ഉണ്ടായിരുന്നു. 5-6 പാളയംകുടം പഴം എടുത്ത് ഇങ്ങനെ മാഷ് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടു. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് മുട്ട ആഡ് ചെയ്യാം. പൂർവാധിക ശക്തിയോടെ ദേവു അടുത്ത മുട്ടയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ കട്ടിയൊന്നുമില്ല. അപ്പൊ നമ്മൾ പിന്നെ ആദ്യം പഴം ഇട്ടതിന് ശേഷം മുട്ട ഇടുന്നത്. അതെ, ഒരു മുട്ട ചീറ്റി അടുത്ത മുട്ട എടുത്തു. മുട്ടയൊക്കെ പൊട്ടിച്ചിടുമ്പോ നോക്കണം, നല്ല മുട്ടല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ 2 എഗ്ഗാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ഇത് ദേവു സ്പെഷ്യൽ കേക്ക്, നോ ഷുഗർ കേക്ക്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഡേറ്റ്സ് ഇല്ലേ. ഡേറ്റ്സ് നമ്മൾ മിൽക്കിലിട്ട് കുറച്ച് നേരം, അതായത് ലൈറ്റ് വാമായിട്ടുള്ള മിൽക്കിലിട്ട് നമ്മൾ സോക്ക് ചെയ്ത് ചെറുതായിട്ടൊന്ന് മാഷ് ചെയ്തിട്ടുണ്ട്. ഒരു 10 ഈന്തപ്പഴം, അത് ഒരു 1/2 കപ്പ് പാലും ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഇട്ടിട്ട് അതും കൂടെ നമ്മൾ ജാറിലേക്ക് ആഡ് ചെയ്യാം. OCD ഉള്ള ദേവു ഇടക്കിടയ്ക്ക് പോയി കൈ എഴുകുന്നതാണ് ഈ കാണുന്നത്. എന്നിട്ട് എനിക്ക് OCD എന്നല്ലേ. ഇതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടും, വ്യൂവേഴ്സിന്റെ അല്ലാട്ടോ. സാരമില്ല, ഞാൻ അങ്ങോട്ട് സഹിച്ചു.
ഇത്ര ഇട്ടതിന് ശേഷം ഇനി ChatGPT നോക്കിയിട്ട് വേണം നമുക്ക് അടുത്ത സാധനം ഇടാൻ. ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി നിങ്ങൾ ഇടുമ്പോൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഇടണം. അവക്ക് അതിനുള്ള നേരമൊന്നുമില്ല. സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിക്കാനുള്ളൊരു തൊരയിലാണ്. പെട്ടെന്ന് ഇടാൻ അങ്ങട് എന്തോരാന്നൊന്നും ഇല്ലേ. ഇതൊക്കെ കഴിക്കണം എക്സ്പീരിയൻസ്. ഓ അതെ, കൊറേ പ്രാവശ്യം ഉണ്ടാക്കി. 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ChatGPT പറഞ്ഞാട്ടോ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ. എഴുത് എടി മതിയടി. നമ്മള് എല്ലാം ഇട്ട് ഗൈസ്, എല്ലാം ഇട്ട് എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. മിക്സിയുടെ ലെഫ്റ്റോട്ട് ആക്കിയാൽ മതി എന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. നോക്കിട്ട് വാ. അപ്പോ മിക്സി ചതിച്ചു ഗൈസ്. അയ്യോ അപ്പു തൊട്ടപ്പോഴേക്കും സാധനം റെഡിയായി. അയ്യോ പീനട്ട് ബട്ടർ ആഡ് ചെയ്യാലടാ. എന്തെങ്കിലുമൊക്കെ ചെയ്യേ. ആ സാധനം ഓഫാണെങ്കിൽ പിന്നെ അടിച്ചിടാൻ നോക്ക്. രണ്ടുമൊക്കെ സംസാരിക്കേ. അയ്യോ സംസാരിക്കടാ. കേക്ക് ഉണ്ടാക്കുകയാണ് ഗൈസ്. നമ്മള് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കും. ഓ നീ എന്റെ ബർത്ത്ഡേ കൊണ്ടാണ് കേക്ക് ഉണ്ടാകുന്നത്. നിനക്ക് നോ ഷുഗർ അല്ലേ, അതുകൊണ്ട് സ്നേഹസമന്യായ ചേച്ചി. ഓ അതൊക്കെ വേറെ പിക്ചർ കൈ പിടിച്ച് ഓടിച്ചാ പിന്നെ പിച്ച് വരില്ലേ ആർക്ക്? അയ്യോ 250 ഗ്രാം ഗോതമ്പ് പൊടിയും പിന്നെ 2 സ്പൂൺ കൊക്കോ ബട്ടറും പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ നമ്മൾ ഒരു പിഞ്ച് കോഫി പൗഡർ. സിൻസ് വി ആർ മേക്കിംഗ് ചോക്ലേറ്റ് കേക്ക് വി കൻ ആഡ് എ പിഞ്ച് ഓഫ് കോഫി പൗഡർ to elevate the taste of the to enhance the taste of the cocoa powder, you know. അത്ര ഇംഗ്ലീഷ് വേണ്ട, okay. മലയാളികൾ കാണുള്ളൂ. പിന്നെ ഞാൻ ഒരു പിഞ്ച് ഉപ്പ്. നീ ഉപ്പും കൂടെ എടുത്തിട്ട് വാ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആക്കിയിട്ടുണ്ട്, വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മളപ്പോ ഇങ്ങനെ ഇത് മിക്സ് ചെയ്യാൻ പോകും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞു വേണമെങ്കിൽ എന്താന്ന്. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാ എടുത്ത് നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഗോതമ്പ് പൊടിയാ 50 ഗ്രാം ഗോതമ്പ് പൊടി എടുത്തു. നമ്മൾ ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തു, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആൻഡ് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു പിഞ്ച് സോൾട്ട്, ഒരു പിഞ്ച് കോഫി പൗഡർ. ഇത്രയും നമ്മളെടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഈ വെറ്റ് സംഭവങ്ങളിലേക്ക് ആഡ് ചെയ്യണം. വെറ്റ് ഗ്രാൻഡേഷൻ പ്രോസസ്. ഓ എന്റെയോ കുറച്ച് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ആക്കാം. ബീറ്ററൊക്കെ ഉള്ള വീട്ടുകാരാണെങ്കിൽ ബീറ്ററൊക്കെ എടുത്തോളൂ, അതൊക്കെയാണ് നല്ലത്. നമ്മള് തട്ടിക്കൂട്ടി ലോഡക്കൽ സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മള് ഫോർക്ക് വെച്ചിട്ട് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് ഇവിടെ ഉള്ള പൊടി മൊത്തം ഇട്ട് കുഴയ്ക്കുന്നുണ്ട്. ദേവു കേക്കാവോ അത് തൊട്ടില്ലയോ? എന്താണെങ്കിലും തിന്നാൻ പറ്റുന്ന സാധനം ഞാൻ തരുന്നതാണ്. എനിക്ക് നല്ല സാധനം കിട്ടിയത് ഞാൻ തരില്ലാട്ടാ. ഞാൻ പറഞ്ഞില്ലേ കൊതുകൊണ്ടെന്ന്. ChatGPT പറഞ്ഞായിരുന്നു തിക്കായി പോവാൻ സാധ്യതയുണ്ട്, തിക്കാവുകയാണെങ്കിൽ ഇച്ചിരി മിൽക്ക് ഒഴിച്ചാൽ മതി. എന്നാ എല്ലാരും മിൽക്ക് ഒഴിച്ചു. മിൽക്കൊന്നും എടുത്ത് വാങ്ങാക്കി ഇപ്പൊ ഇതാരെടുക്കും? നീ ചെയ്യ വെറുതെ പോന്നു കെട്ടിക്കിടക്കിട്ട് പറഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും തോന്നി. പിന്നെ ഓ കണ്ടിട്ട് ചോക്ലേറ്റ് മാതിരി ഉണ്ടല്ലേ. അയ്യോ നമ്മൾ ഒരു സൈഡിലേക്ക് ഇളക്കാൻ ശ്രദ്ധിക്കണം. നീ നശിപ്പിച്ച ഇല്ല. പിന്നെ ഇപ്പൊ തന്നെ 10 ഇളക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി. ഇതെന്താക്കി? പണ്ടെന്നോ ചെയ്തപ്പോ ഒരു ചെറിയ ഓർമ്മയുണ്ട്. ഈ റിബൺ തിക്നെസ്സോ അങ്ങനെ ഒരു തിക്നെസ് ആണ് വേണ്ടത്. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അതാവുന്നില്ല. കുറച്ച് കട്ട് കൊടുക്കും, കുറച്ച് പൊടി കൊടുക്കും. ഞാൻ അപ്പോഴേ പറഞ്ഞ അത്ര ഇടണ്ടാന്ന്. എടി അതെനിക്കറിയാന്ന് പറഞ്ഞാൽ ആ പൊടി ഞാൻ കളയാൻ പറ്റുമോ? അത് അടുത്ത കേക്ക് ഉണ്ടാക്കാൻ വെച്ചാ പോലെ. പിന്നെ ഇവിടെ ആഴ്ച കേക്ക് ഉണ്ടാക്കാൻ അവര് തന്നെ പിന്നെ പറച്ചിലിടത്തൊന്നും അങ്ങോട്ട് വെൽ സെറ്റപ്പിൽ ഉണ്ടാക്കുവന്ന്.
എക്സ്പെൻസീവ് സാധനങ്ങളൊന്നും ഇല്ലോ. എന്റത് ബേക്കിംഗ് പൗഡർ കൊക്കോ പൗഡർ അച്ഛനോട് എത്ര പറഞ്ഞാൽ വാങ്ങിച്ചതറിയോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എടി ഹണി ഇടല്ലേ, പഞ്ചസാര ഇട്ടോ. എന്തുട്ടാന്ന് ഞാൻ നോ ഷുഗർ എന്നല്ലേ പറഞ്ഞത്. ഓ എടി അവനറിയാൻ പോണൊന്നുമില്ല. അപ്പോഴോട് പറയാം നാച്ചുറൽ സ്വീറ്റ്നർ, അപ്പൊ അത് കുറച്ച് ആഡ് ചെയ്യാം. ഫാർമസി പഠിച്ചെന്ന് പറഞ്ഞ നീ അത് ഇവിടെ ആപ്ലിക്കേഷൻ ലെവലിൽ എടുക്കല്ലേടി. Honey is a natural sweetener. It is obtained from the honeycomb of Apis indica. തെറ്റി. അന്മലി മിസ്സിനെ വിൻസ് മിസ്സിനെ ഒക്കെ വിളിക്കട്ടെ, വാസിക മിസ്സിനെ ഒക്കെ വിളിക്കട്ടെ. ഇതൊക്കെ ഇട്ടാ മോളെ ഞാനിടും. ഇതൊക്കെ എല്ലാരും കാണണം. നിന്റെ കഴിവുകളൊക്കെ പുറത്തു വരട്ടെ. മധുരമില്ലാന്ന് പറഞ്ഞ അവള് ഹണി ഒഴിച്ചു. മധുരമുണ്ട്. പിന്നെ എന്തിനാ ഒഴിച്ചേ? തിക്നെസ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട്. എന്താ പ്രശ്നം? നല്ല രസമുണ്ടല്ലോ. ആ അതെ, അങ്ങനെയാണ് ഇപ്പൊ ഇടേണ്ടത്. ഓ ഇങ്ങനെ റിബൺ മടങ്ങിയിടും പോലെ. പക്ഷെ വിട്ട് പോണല്ലോ. പക്ഷെ അത് ഇച്ചിരി ഒരു ലൂസാക്കി ശരിയാവൂലേ? ഞാനെല്ലാം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുക. അവള് പറഞ്ഞു പണിയൊന്നും ചെയ്യണ്ട. കേക്ക് ഉണ്ടാക്കാൻ എനിക്കല്ലെങ്കിലും അറിയില്ല ഗൈസ്, എനിക്കറിയില്ല. അതിൽ അവൾ തന്നെ പറ്റത്തുള്ളൂ. കാര്യം പറഞ്ഞാൽ കരിഞ്ഞു പോവെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നണേ. അവളിവിടെ ഇല്ല, അതാ ഞാനിങ്ങനെ പറയുന്നത്. അല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. ആരാ കേക്ക് ഉണ്ടാക്കിയെന്ന് അറിയായിരുന്നു. അത് ഞാന് ആ ശരി, ആ കത്രി എടുത്ത് മാറ്റിക്ക്. പറ. നമ്മൾ ഈ പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഈ പാത്രം, ചായപാത്രം. അതിനകത്ത് അതിനകത്ത് നമ്മള് ബട്ടർ പേപ്പറും പിന്നെ സൈഡിലൊക്കെ ബട്ടർ ഇങ്ങനെ തൂത്ത് വെച്ചിട്ടുണ്ട്. ആ ഒഴിക്കും. ആ അത് അങ്ങനെയല്ലടാ. നന്ദു ആണ് ഗൈസ് ബാറ്റർ നമ്മുടെ ടിന്നിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒഴിക്കേ, വിട്ട് പോലെ. എടി വിട്ട് പോരല്ലേ പറഞ്ഞില്ലേടി. ആ അങ്ങനെ മൊത്തം ഒഴിക്കേ. ഇതിന് എന്ത് കുഴപ്പമുണ്ട്? അത് സാരമില്ല, തിന്നാ പോലെ. ആ അതെ, അങ്ങനെ ഒഴിക്കാനാണ് ആദ്യം തൊട്ട് പറയണേ. ഒഴിക്കാൻ അറിയാൻ പാടില്ല. എന്നിട്ടാ കേക്കുണ്ടാക്കലായിരുന്നല്ലോ പണി. ഇത് ഈ സ്പൂൺ വെച്ച് മര്യാദക്ക് മൊത്തം ആക്ക്. നീ ചെയ്തു. ഇപ്പൊ കേക്ക് മോശമായാലും നിന്റെ പേര് പറയാലോ. നീ എന്റേത് ആ തിന്ന് കഴിയുമ്പോ നീ പറയൂടി. ഇഷ്ടപ്പെടില്ല. നമ്മൾ ഗാർണിഷ് ചെയ്യാം. നല്ല രസമൊക്കെ ഉണ്ട് കാണാൻ. നമ്മുടെ വീട്ടില് ഓവനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കണെന്നാ ഇവളും പറയണേ. എനിക്കറിയില്ല, ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണാം. ആണോ? നമ്മൾ സെറ്റ് ആവോ? താഴേന്നും മേളിന്നും വെയിറ്റ് ഉള്ള സംഭവമല്ല വെച്ചേക്കണേ. അപ്പോ അകത്ത് യൂണിഫോം ആയിട്ടായിരിക്കും ഹീറ്റ് സ്പ്രെഡ് ആവുക. ഓ സയൻസേ. ഇതിപ്പോ സമയം എന്തായി? ആ നോക്കട്ടെ. അപ്പോ ഇതിന്റെ ഫൈനൽ റിസൾട്ട് കാണിക്കുന്നതായിരിക്കും. കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന്റെ സ്നേഹ എന്നാടി തോന്നണേ. നടുകൂടും തിരുമ്പി തന്നാൽ നീ വലിയ മതിയോ? എന്താ ഹായ് ഗായ്സ്. വീട്ടിൽ വന്നിട്ട് അതിഥിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ദൈവം. എന്നെ പണിയെടുത്ത് കൂടെ തെക്കോട്ട് നടക്കണേ നിന്റെ പണി. എന്നാ വേണ്ടടി, ഈ അതിഥിയെ നമുക്ക് മടക്കി അയക്കാം. ബാലവേല ചെയ്യിപ്പിക്കുന്ന ദൈവം.
ഇവിടെ അച്ഛനും അമ്മ ഇല്ല. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാ കേട്ടില്ലേ ഭീഷണികൾ. കേക്ക് റെഡി ആവുന്നുള്ളൂ ഗൈസ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്കടെ മാങ്ങ മപ്പാസ് വെക്കാൻ നോക്കുന്നുണ്ട്. പാലൊക്കെ പിഴിഞ്ഞ് വെച്ചേക്കാം. ദേവേ മാങ്ങ മപ്പാസ് വെക്കണ്ടേ? എനിക്ക് ചിരിക്കാൻ പറ്റുന്ന അടിപൊളി പോലെ ഞാൻ മടുത്ത്. ദേവ് ടയർഡാണ് ഗൈസ്. ദൈവം മടുത്തു പാവം. ഗൈസ് നമ്മുടെ കേക്ക് ശരിയായിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, നമ്മളിങ്ങനെ ഒന്നും വന്നില്ലെങ്കിൽ യെസ് റെഡി ആയെന്നാണ്. ഇതാ നമ്മുടെ ദേവുവിന്റെ അച്ഛൻ. എന്തിന്? ദേവിന്റെ അമ്മ മാങ്ങ മപ്പാസ് ഉണ്ടായിക്കോളാന്ന് പറഞ്ഞു. ഞങ്ങളതുകൊണ്ട് ഒഴിഞ്ഞു മാറി. അതെ, ഞാനൊരു നല്ല ടോപ്പും മാലയിട്ട് കൊണ്ടുവരട്ടെ. ദേവ് കേക്ക് നോക്കി വെള്ളർക്കിരിക്കുക. ഗൈസ് നമ്മുടെ കേക്ക് സൂപ്പർ ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ഫാൻ്റെ അടിയിൽ ഇരുന്ന് ആറിയിട്ട് വേണം ഇത് മുറിയാൻ. കൊള്ളാം. ഞാൻ വിചാരിച്ചേക്കാളും നന്നായിട്ടുണ്ട്. തിന്നിട്ട് കൂടെ നീ പറ. തിന്നിട്ട് പറയാം. മാങ്ങ മപ്പാസിന്റെ കാര്യം അമ്മ ഏറ്റു, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളത് കാരണം മാങ്ങാമപ്പാസ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. നന്ദു വന്നേക്കുന്നത് മാങ്ങാമപ്പാസ് എനിക്ക് വേണ്ടി സ്പെഷ്യലാണ്. കേക്ക് വറുത്തത് മാങ്ങാമപ്പാസുമാണ്. കണ്ടോ നമ്മുടെ മാങ്ങാമപ്പാസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഹായ്. നല്ല മസാലയൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്ന മണം വരുന്നു. എനിക്ക് അറിഞ്ഞൂടാ ഇത് വെക്കാൻ. ഇല്ല കേട്ടോ, ഇത്രയുള്ളൂ. പാല് ഒഴിഞ്ഞില്ലേ, വേറെ ഒന്നുമില്ല. അതൊഴിച്ചാൽ മതിയോ? ഇനി ഇതിൽ നമ്മൾ മസാല എല്ലാം വെട്ടി വെച്ചിരിക്കുകയല്ലേ. മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളി കൂടുതൽ ചേർക്കണം ഗൈസ്. ഉള്ളി, ഇഞ്ചിയും സവാളയല്ല, ഉള്ളി ചേർക്കണം. വെളുത്തുള്ളിയും കൊണ്ട് നമ്മൾ വഴറ്റി, പച്ചമുളകും കൂടെ വഴറ്റി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മാങ്ങ എങ്ങനെ ഇടും, പെരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഒരു 2 മിനിറ്റ് വേവേ ഉള്ളൂ. ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കുക. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. സിമ്മിലിടുക. അങ്ങനെ നമ്മൾ മൂടി വെച്ച് 1 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമ്മൾ 3-ാം പാൽ അതിയിട്ട് ഒഴിച്ച് അല്പനേരം ഒന്ന് തിളപ്പിക്കുകയാണ്. വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ശേഷം അല്പം ഒന്ന് തിളപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ 2-ാം പാൽ ഒഴിക്കും. അത് കഴിയുമ്പോൾ എന്തായി കറിയൊക്കെ? 2-ാം പാൽ ഒഴിച്ച് നമ്മൾ തിളപ്പിക്കുകയാണ്. കണ്ട, ഇനി നമ്മളിപ്പോൾ തന്നെ തനിപ്പാൽ ഒഴിക്കും. അതുകൊണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യും. ഞാൻ വന്നതിന്റെ സ്പെഷ്യലാ. ഇതാണ് നമ്മുടെ നന്ദു. എന്നെ എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ കറി ഇറക്കുറ റെഡിയായി എന്നാണ് അമ്മ പറയുന്നത്. നമ്മുടെ 2-ാം പാൽ ഒഴിച്ച് ഏകദേശം കറക്റ്റ് എല്ലാമായി കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് പാൽ, അതായത് തനിപ്പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി പയ്യെ തിളയ്ക്കുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യും ഗൈസ്. ജസ്റ്റ് ഒന്ന് ഇപ്പം തന്നെ നമ്മളിത് ഓഫ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് തിളച്ചു, നമ്മൾ ഓഫ് ചെയ്യുന്നു. നമ്മുടെ അത്താഴത്തിന് മാത്രം ഒരു അല്പം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അമ്മയുടെ സ്പെഷ്യൽ സാധനമാണെന്നാണ് ദേവ് പറഞ്ഞത്. വളരെ കുറഞ്ഞിരിക്കുന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ കറി ഇവിടെ ഫിനിഷ്. നമുക്ക് നല്ലൊരു ഡിഷിലേക്ക് പകർന്നു വെച്ച് നമുക്ക് രാത്രി സെർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയാണ്. അമ്മ ഉണ്ടാക്കിയത് എങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്ക്. അതത്രേ ഉള്ളൂ. ചൂടുണ്ട് കയ്യിലേക്ക് പൊഴിച്ചിട്ട് നല്ലതാണ്. സൂപ്പർ, ശരിക്കും സൂപ്പറാ. ശരിക്കും സൂപ്പറാ.
ചെല്ലി സൂപ്ര മകളെ ചെറിയൊരു മധുരമുണ്ട് ഗൈസ്. അയ്യോ ഇച്ചിരി വെച്ചാൽ മതി. അതാണ് മാങ്ങാ ഉപാസിന്റെ ചെറിയ പൊടിക്ക് പഴുത്ത കൊള്ളല്ലേ അല്ലേ? ഞാനത് ഉണ്ടാക്കി തന്ന പോലെ തന്നെ ഇല്ലേടി. അതില്ല, ഇത് വേറെ ടേസ്റ്റാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഷാലൂസ് കിച്ചൺ. അതെ, നമുക്കൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്ക്, സൂപ്പർ ആയിരിക്കും. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യണം ഗായ്സ്. പക്ഷെ കേക്കിന്റെ റെസിപ്പി ആരും മറക്കരുത്. അയ്യോടാ, കേക്ക് ഇനി തിന്നോക്കിട്ട് പറയാം. അത് തിന്നില്ലല്ലോടി. അത് കുറ്റം പറയരുത്. സൂപ്പറാടി, സൂപ്പറാ. ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയും. പാല് പിഴിഞ്ഞു വെച്ചത് നന്ദുവാണ്. നല്ല അടിപൊളിയായിട്ട് ചിരണ്ടിയത് ഞാനാ. തേങ്ങ ചിരണ്ടിയത് ദേവാംഗനെയാണ്. രണ്ടുപേരും കൂടെ ഞാൻ യോഗ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് വളരെ കൂടി ഗൈസ്. Happy birthday to you. Happy birthday to you. അവിടെ പോയിക്കോ. Happy birthday to you. കഴിഞ്ഞില്ലായിരുന്നു. അതല്ലേ ഒരു ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു നിന്റെ അപ്പൊ നീ വണ്ടി കൊണ്ടല്ലായിരുന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എല്ലാ കാര്യം ഉണ്ടാ. ഹാപ്പി ആയോ? ഗൈസ്, ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഹായ്, കടിച്ചു മുറിക്കണം. ഹാപ്പി അല്ലേ? ഹാപ്പി, ഐ ലവ് മൈ സർപ്രൈസ് ഞാൻ കയറി വന്നപ്പോഴത്തേക്കും ചേച്ചിയുടെ വക സമ്മാനം. ഓ ഏതാ പെട്ടി മാത്രം ഉള്ളൂന്നാ തോന്നണടാ. നിന്റെ ചേച്ചിയുടെ അല്ലേ? എടാ, പെട്ടി ഉള്ളെന്നാ തോന്നണേ. ഓ, എത്ര സമ്മാനങ്ങൾ. തുറന്നു നോക്ക്. ഇഷ്ടപ്പെട്ടോന്ന് പറ. മാറ്റിയെടുക്കാം. കേക്ക് എങ്ങനെയുണ്ട് അച്ഛാ? അച്ഛക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിന്നണുണ്ടോ? എന്നിട്ട് കെട്ടിക്കൊടുക്കാതെ അടുത്ത സർപ്രൈസ്. എല്ലാ ബർത്ത്ഡേക്കും മഞ്ഞ കേട്ടോ. പൊളി. ഏതാ കെട്ടിക്കൊടുക്ക്. വല്ലതും കാണുന്നുണ്ടോ? മോന് കിട്ടുന്ന സമ്മാനൊക്കെ കണ്ടോ? ഓ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറച്ച് കയറ്റിയിടണ, ബാക്കോട്ട് കയറ്റിയിട്. എന്നാലും അച്ഛനെ 2-3 പ്രാവശ്യം വിളിച്ചപ്പോ എനിക്ക് വല്ലതും തോന്നിയോ? ദേഷ്യം വന്നാ? അമ്മ ഇത് ദേഷ്യപ്പെടാൻ വിളിക്കണേ ആ ടോണിലല്ല. അപ്പൊ ഇവള് പറയാ എന്റെ പൊന്നമ്മേക്ക് ദേഷ്യപ്പെടുകയാണെങ്കിൽ അപ്പൊ വേഗം വിളിച്ചോണ്ട് വരും.
ഏടാ അപ്പൊ അവര് പറഞ്ഞേ പോയേ പറ്റൂ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു. വിചാരിച്ചേക്കാളും എക്സ്പ്രഷൻ അപ്പൊ ഇട്ടു. ഞാൻ പറഞ്ഞോണ്ടാ വന്നേ. നമ്മള് എന്തൊക്കെ കൊടുക്കും, പക്ഷെ അപ്പൊ എക്സ്പ്രഷൻ ഒന്നും ഇടില്ല. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ. ഇല്ല, എനിക്കറിയായിരുന്നു ഇവന് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യാന്ന്. എനിക്കറിയില്ലല്ലോ. അല്ല, എക്സ്പ്രസ് ചെയ്യാന്ന് കേട്ടോ. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്, സോറി. ഓ, ഇപ്പൊ സമയം ഒത്തിരി ഗൈസ്, ഉറക്കം വരുന്നു. അപ്പൊ ഞങ്ങൾ ഉറങ്ങാൻ പോവുകയാണ്. ബൈ, ഗുഡ് നൈറ്റ്. ഇനി അടുത്ത എൻ്റെ ബർത്ത്ഡേക്കും ഇതുപോലെയൊക്കെ തരണമെന്ന് ഞാൻ പറയുന്നു. ശല്യം. ബൈ ഗായ്സ്.